ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 7-ാം അധ്യായം. ശ്രീ ശുക ഉവാച. ഏവം ബ്രുവാണം മൈത്രേയം ദ്വൈപായന സുതോ ബുധഃ പ്രീണയന്നിവ ഭാരത്യ വിദുര പ്രത്യഭാഷത. ശ്രീ ശുകമുനി പറഞ്ഞു, മായാഗുണങ്ങൾ കൊണ്ട് ലീലയായിട്ടു തന്നെ ഭഗവാൻ സൃഷ്ടിസ്ഥിതി സംഹാരാദികളെ നടത്തുന്നുവെന്നു പറഞ്ഞ മൈത്രേയ മഹർഷിയെ വ്യാസപുത്രനും വിദ്വാനുമായ വിദുരർ പ്രാർത്ഥനാരൂപമായ വാക്കുകൾ കൊണ്ട് പ്രീതിയെ ജനിപ്പിച്ചുകൊണ്ടു തന്നെ മറുപടി പറഞ്ഞു. വിദുര ഉവാച. ബ്രഹ്മൻ കഥൻ ഭഗവത് ചിന്മാത്രസ്യ വികാരിണഃ ലീലയാ ചാഭിയുജ്യേരൻ നിർഗുണസ്യ ഗുണാക്രിയാഃ. വിദുരർ പറഞ്ഞു, ഹേ ബ്രഹ്മജ്ഞാനിയായുള്ളോനെ, എല്ലാം അറിവുള്ള അങ്ങയോട് എൻ്റെ അറിവിനു വേണ്ടി ഞാൻ ചോദിച്ചുകൊള്ളുന്നു. ചിന്മാത്രനും ജന്മാദി വികാരങ്ങളും അതിനു കാരണമായ ഗുണങ്ങളുമില്ലാത്തവനുമായ ഭഗവാന് ഗുണകാര്യങ്ങളായ കർമ്മങ്ങളും ജന്മങ്ങളും ലീലാർത്ഥമായിട്ടാണെങ്കിൽ കൂടെ എങ്ങനെ യോജിക്കും? അന്യോന്യ വിരുദ്ധങ്ങളായിട്ടല്ലേ തോന്നുന്നത്? ഗുണഹീനന് ഗുണങ്ങളും ജന്മാതിരഹിതന് കർമ്മങ്ങളും ഉണ്ടായെന്ന് കേൾക്കുമ്പോൾ യുക്തിക്ക് യോജിക്കുന്നില്ല. അതിൻ്റെ ഉപപത്തിയെ ബോധിപ്പിക്കണം. ലീലയാ സൃഷ്ടിയാദി വ്യാപാരങ്ങളെ ഭഗവാൻ നടത്തുന്നുവെന്ന് അരുളി ചെയ്തതും ചേർച്ചയായിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കളിപ്പാനുള്ള പരിശ്രമം കുട്ടികൾക്ക് അന്യബാലന്മാരോടുള്ള സംസർഗം നിമിത്തമോ സ്വതേ തന്നെ ഉണ്ടാകുന്നതോ ആയ കാമത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു വികാരമാണല്ലോ. സ്വരൂപാനന്ദത്തിൽ നിത്യതൃപ്തനും അന്യ സംസർഗത്തിൽ നിന്ന് നിത്യമുക്തനുമായ ഭഗവാന് ലീല എങ്ങനെ ഉണ്ടാകും? ഭഗവാനെ സംബന്ധിച്ചുണ്ടായ സംശയം ചോദിച്ചതിനു ശേഷം ജീവനെ സംബന്ധിച്ചുള്ള സംശയത്തെയും ചോദിപ്പാൻ വേണ്ടി ജീവസൃഷ്ടിയെപ്പറ്റി പറഞ്ഞതിനെ അനുവദിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. സർവേശ്വരൻ സത്വാദി ഗുണരൂപിണിയായ തൻ്റെ മായാശക്തിയെ പ്രകാശിപ്പിച്ചിട്ട് അതിനെക്കൊണ്ട് ഈ കാണപ്പെടുന്ന ചരാചരാത്മക ലോകത്തെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും പിന്നെ ഉണ്ടായ കർമ്മത്തിന് വിപരീതമായ നിലയിൽ അതാതു കാര്യദ്രവ്യങ്ങളെ കാരണദ്രവ്യങ്ങളിൽ ലയിപ്പിച്ചുകൊണ്ട് സംഹരിക്കുകയും ചെയ്യുന്നു എന്നാണല്ലോ ജീവസൃഷ്ടിയെക്കുറിച്ച് അരുളി ചെയ്തത്. ദേശം, കാലം, അവസ്ഥ, സ്വതേ ഉണ്ടാകാവുന്ന ഉദാസീനത, അന്യസംബന്ധം, ഇങ്ങനെ 5 സംഗതികൾ കൊണ്ടാണ് ജ്ഞാനത്തിന് നാശം സംഭവിക്കുന്നത്. ഇതിൽ ഒരുവിധമായ സംബന്ധവുമില്ലാത്തതുകൊണ്ട് ജ്ഞാനസ്വരൂപനായ ഭഗവാൻ മായയോട് ചേരുന്നതെങ്ങനെ? അതുമാത്രമല്ല, സർവ്വജീവന്മാരും ഭഗവത് സ്വരൂപന്മാരായതുകൊണ്ട് ജീവന് ജനനമരണ സ്വരൂപമായ സംസാരത്തിനു തന്നെ കാരണം കാണുന്നില്ല. സർവശരീരങ്ങളിലും ജീവരൂപേണ വിളങ്ങുന്നത് ജ്ഞാനാദി പരിപൂർണനായ ഈ ഭഗവാൻ ഒരുവൻ തന്നെയല്ലേ? അപ്പോൾ ആ സ്വരൂപാനന്ദത്തിൽ നിന്ന് ഭ്രംശിക്കുന്നതായ ഭാഗ്യദോഷമോ കർമ്മങ്ങൾ നിമിത്തം ക്ലേശമോ ജീവൻ ഉണ്ടാകുന്നതെങ്ങനെ? ഹേ സർവജ്ഞനും സമർത്ഥനുമായ ഭഗവൻ, ഈശ്വരൻ്റെയും ജീവൻ്റെയും യഥാർത്ഥ നിലയറിയാത്തതുകൊണ്ടുള്ള ഈ സങ്കടത്തിൽ എൻ്റെ മനസ്സ് വളരെ ദുഃഖിക്കുന്നു. എനിക്ക് മാത്രമല്ല, എന്നെപ്പോലിരിക്കുന്ന പലർക്കും ഈ സങ്കടമുണ്ട്. ഞങ്ങളുടെ മഹത്തായ ഈ മാനസികമായ ചളിയെ അങ്ങ് ഉപദേശത്താൽ നീക്കം ചെയ്യണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിദുരർ ചോദ്യത്തെ ഉപസംഹരിച്ചു. ശ്രീ ശുക ഉവാച. സൈത്യം ചോദിതക്ഷത്ര തത്വജിജ്ഞാസുനാ മുനിഃ പ്രത്യാഹ ഭഗവശ്ചിത്തഃ സ്മയന്നിവ ഗതസ്മയഃ. ശ്രീ ശുകമുനി പറഞ്ഞു, പരമാർത്ഥമായ സംഗതി അറിയുവാനുള്ള ആഗ്രഹം നിമിത്തം വിദുരർ ഇങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ മൈത്രേയ മുനിക്ക് ആശ്ചര്യം തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ സാമാന്യേന വിദുരരെ പോലെയുള്ള പണ്ഡിതന്മാർക്കും സംശയം ജനിപ്പിക്കുവാൻ തക്കവിധമുള്ള ലീല തന്നെയാണ് ഭഗവാൻ നടത്തുന്നത് എന്നുള്ള വിചാരം അദ്ദേഹത്തിനുണ്ടായി. എങ്കിലും ഈ വിധം ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് സമാധാനം പറഞ്ഞടങ്ങുക എന്നുള്ള ഭാവത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. മൈത്രേയ ഉവാച. സേയം ഭഗവതോ മായ എന്നയേന വിരുദ്ധ്യതേ ഈശ്വരസ്യ വിമുക്തസ്യ കാർപ്പണ്യമുദബന്ധനം. മൈത്രേയർ അരുളി ചെയ്തു, വികാരമില്ലാത്തവന് ക്രിയ, ഗുണാതീതന് ഗുണങ്ങൾ, സ്വതസംതൃപ്തനും ഏകാഗിയുമായവന് ലീല,
ജ്ഞാനസ്വരൂപന് അജ്ഞാനരൂപമായ മായയോട് സംബന്ധം, ഭഗവത് അംശമായ ജീവന് സ്വരൂപാനന്ദ ഭ്രംശം നിമിത്തം ദൈന്യം, നിത്യമുക്തന് ബന്ധനം എന്നിങ്ങനെയുള്ളവ ഒന്നിനൊന്ന് വിരോധമായിട്ടുള്ളത് സംഭവിക്കുന്നതെങ്ങനെ എന്നാണല്ലോ അങ്ങയുടെ തർക്കയുക്തിക്ക് ഘടിപ്പാൻ തരമില്ലാതെ കാണുന്ന സംഗതികൾ. എന്നാൽ ഈ മാതിരി വിരുദ്ധ സംഗതികളുടെ അന്യോന്യ ഘടന തന്നെയാണ് ഈശ്വരൻ്റെ ഇച്ഛാരൂപമായ മായയുടെ വിലാസം. ഭഗവത് ഇച്ഛ തന്നെ സർവത്തിനും കാരണം. യുക്തിവിരോധം കൂടാതെ ഘടിക്കാവുന്ന സംഗതികൾ യോജിച്ചു കാണുന്നതിൽ ആശ്ചര്യപ്പെടുവാൻ അവകാശമില്ല. യോജിപ്പാൻ വിരോധമാണെന്ന് ബുദ്ധിക്ക് തോന്നുന്ന കാര്യങ്ങളെ യോജിപ്പിക്കുന്നതു തന്നെയാണ് ഈശ്വരേച്ഛയുടെ മഹിമ. പരമാർത്ഥത്തിൽ ജീവനും ജന്മമരണാദി ബന്ധനക്ലേശങ്ങൾ ഇല്ലാത്തതുതന്നെ ഉണ്ടെന്നു തോന്നുന്നത് ഭ്രാന്തിയാൽ കൽപ്പിക്കപ്പെട്ടതുകൊണ്ടാകുന്നു. ആനന്ദസ്വരൂപനായ ജീവന് ദുഃഖമോ നിത്യമുക്തനായ ഈശ്വരൻ്റെ അംശമായിരിക്കുന്ന ജീവന് ജന്മമോ മരണമോ സത്യമായിട്ടില്ല. ഉണ്ടെന്ന് തോന്നുന്നത് മിഥ്യാവസ്തുവിനെ സത്യവസ്തുവാണെന്ന് തെറ്റായിട്ട് തോന്നിപ്പിക്കുന്നതായ ഭ്രമത്തിൻ്റെ പ്രവൃത്തിയാകുന്നു. സ്വപ്നത്തിൽ പുരുഷൻ തൻ്റെ ശിരസ് മുറിഞ്ഞുപോയതായിട്ടും മറ്റും കാണുന്നത് എങ്ങനെ യഥാർത്ഥമല്ലയോ? ദേഹേന്ദ്രിയാന്ത കരണാദികളോട് താതാത്മ്യ സംബന്ധനം നിമിത്തം തോന്നുന്നതായ ഒരു ഭ്രാന്തി മാത്രമായിരിക്കുന്നുവോ? അതുപോലെ ജീവന് ദേഹാദ്യ അഭിമാനബലം നിമിത്തം ജന്മാദി ബന്ധക്ലേശങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നതാകുന്നു. ആകാശത്തിലിരിക്കുന്ന ചന്ദ്രൻ ജലത്തിലുള്ള പ്രതിബിംബത്തിൽ ജലത്തിലെ ചലനാദി ധർമ്മങ്ങൾ ഉള്ളതുപോലെ കാണപ്പെടുന്നു. ആകാശചന്ദ്രനിൽ ആ വിധം ചലനാദി കാണപ്പെടുന്നതുമില്ല. വാസ്തവത്തിൽ ചലനാദി ധർമ്മം ചന്ദ്രനിലുള്ളതല്ല, ജലത്തിലുള്ളതാണ്. പ്രതിബിംബത്തിന് ജലസംബന്ധമുള്ളതുകൊണ്ട് അതിൽ കാണപ്പെടുന്നു. പരമാർത്ഥ ചന്ദ്രനിൽ കാണപ്പെടുന്നില്ല. അതുപോലെ ശരീരേന്ദ്രിയങ്ങൾക്കുള്ള സുഖദുഃഖാദി ഭാവങ്ങളും ജനന മരണാദികളും ശരീരാഭിമാനിയായ ജീവന് യഥാർത്ഥത്തിൽ ഇല്ലെങ്കിലും ഉള്ളതുപോലെ കാണപ്പെടുന്നു. അസംഗനായ ഈശ്വരന് ആ വക ധർമ്മങ്ങൾ ഇല്ലതാനും. ശരീരാഭിമാനം ജീവദുഃഖ കാരണം. സകല വ്യാപാരങ്ങളെയും ഭഗവത് പ്രീത്യർത്ഥമായിട്ട് സമർപ്പിക്കുന്നതായ നിവൃത്തിധർമ്മം കൊണ്ട് ചിത്താധിഷ്ഠാന ദേവതയായ ശ്രീ വാസുദേവൻ്റെ കാരുണ്യ കടാക്ഷം ഈ ജീവാത്മാവിന് സിദ്ധിക്കും. അപ്പോൾ ഭഗവത് കഥ കേൾപ്പാനും ഉച്ചരിപ്പാനും സന്തോഷം ജനിക്കും. ക്രമത്തിൽ പരമലക്ഷണയായ ഭഗവത് ഭക്തിയോഗം ലഭിക്കും. അപ്പോൾ ദേഹേന്ദ്രിയാദികളിൽ അധ്യാസം നിമിത്തമുണ്ടായ ആത്മവിപര്യഭാവം ക്രമേണ നശിക്കും. ക്ഷമയോടുകൂടെ ഭക്തിയോഗം ലഭിപ്പാൻ പരിശ്രമിക്കുന്നതു തന്നെ സംസാരശാന്തിക്കുപായം. ഭക്തി നിമിത്തം ക്ലേശങ്ങൾ എപ്പോൾ ഇല്ലാതാവും എന്നതിനെ വിവരിക്കുകയാണ്. ദേഹധർമ്മങ്ങളെ സ്വധർമ്മങ്ങളായിട്ട് അഭിമാനിക്കുന്ന ജീവൻ ഇന്ദ്രിയങ്ങളുടെ സകല വ്യാപാരങ്ങളെയും സർവക്ലേശങ്ങളെയും സംഹരിക്കുന്ന പരമാത്മാവായ ശ്രീഹരിയിൽ എപ്പോൾ അടങ്ങുന്നുവോ അപ്പോൾ സകല ദുഃഖങ്ങളും ഇല്ലാതെയാകുന്നു. സുഷുപ്തിയിൽ കിടക്കുന്ന ഒരുവൻ എങ്ങനെ സകല ബാഹ്യാവസ്ഥകളെയും അറിയാതിരിക്കുന്നുവോ അതുപോലെ ഭക്തിയിൽ മുങ്ങിയവന് അവിദ്യ നിമിത്തമുണ്ടാകുന്ന യാതൊരു സങ്കടങ്ങളും ഉണ്ടാകയില്ല. ഇതുതന്നെയാണ് പരമഭക്തിയുടെ ലക്ഷണം. ഇതിനാൽ തന്നെ ക്ലേശനാശം അനുഭവപ്പെടുന്നതും. ഉറങ്ങിയവൻ ഉണരുമ്പോൾ ബാഹ്യാവസ്ഥകളെക്കുറിച്ചുള്ള സുഖദുഃഖങ്ങൾ അവനെ ബാധിക്കും. ഭക്തിയാൽ നശിച്ചുപോയ അവിദ്യയാകട്ടെ പിന്നെ ഉണ്ടാകുകയില്ല. മുരാരിയായ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ സകല ക്ലേശങ്ങളും നശിക്കും. ആ ഭഗവാന്റെ പാദപത്മത്തിൽ നിന്നൊഴുകുന്ന മകരന്തത്തിൻ്റെ അനുഭവം ആത്മാവിന് സിദ്ധിച്ചുവെങ്കിൽ പിന്നെ ക്ലേശങ്ങൾ ഉണ്ടാകയില്ലെന്ന് പറയണമോ? വിതുര ഉവാച സംഛിന്ന സംശയോ മഹ്യം തവ സൂക്താസിനാ വിഭോ ഉഭയത്രാഭി ഭഗവൻ മനോമേ സംപ്രധാവതി. വിതുരർ പറഞ്ഞു, ഹേ ഗുരോ, അങ്ങയുടെ ഉപദേശപ്രഭാവത്താൽ എൻ്റെ സംശയം മുഴുവനും തീർന്നു. ഈശ്വരൻ സ്വതന്ത്രനും ജീവൻ പരതന്ത്രനും ആയതെങ്ങനെയെന്നുള്ള രണ്ട് സംഗതികളിലും എൻ്റെ മനസ്സിന് സുഖമായ സഞ്ചാരം സിദ്ധിച്ചു. ഹേ വിദ്വാൻ, ഭഗവാന്റെ അംശമായിരിക്കുന്നുവെങ്കിലും ജീവന് മോഹത്തെ ജനിപ്പിക്കുന്ന അവിദ്യയും അതോടുള്ള ചേർച്ചയും ദേഹാദികളോടുള്ള അധ്യാസം നിമിത്തം മാത്രമല്ലാതെ പരമാർത്ഥമായ കാരണം മറ്റൊന്നുമില്ല. അതുകൊണ്ട് ദേഹധർമ്മങ്ങളായ സുഖദുഃഖാദി ജീവധർമ്മം എന്ന പോലെ വിളങ്ങുന്നു. ഈ കാരണത്താൽ തന്നെ ലോകവും വിളങ്ങുന്നു. വാസ്തവത്തിൽ ശ്രീഹരിയിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നുമില്ല. വിഷ്ണു മായാവിലാസത്താൽ ഈ വിധം കാണപ്പെടുന്നു എന്നുള്ള സംഗതി
അങ്ങയാൽ സ്പഷ്ടമായി പറയപ്പെട്ടു. ഹേ ഭഗവൻ, ലോകത്തിൽ ദേഹാദികളിലുള്ള അധ്യാസം നിമിത്തം വിഷയങ്ങളിൽ തന്നെ മനസ്സിനെ ബലമായി ഉറപ്പിച്ചിരിക്കുന്ന പരമമൂഢനും പ്രകൃതി തത്വങ്ങളിൽ നിന്നും അകന്നിരിക്കുന്ന പരമപുരുഷനെ പ്രാപിച്ചിരിക്കുന്ന പരമജ്ഞാനിയും സുഖമായി ജീവിക്കുന്നു. ഇവർ രണ്ടുപേർക്കും സംശയക്ലേശാദികളില്ലാത്തതുകൊണ്ട് അവർ സുഖികൾ തന്നെ. അത് രണ്ടുമല്ലാതെ നടുവിൽ അകപ്പെട്ടിരിക്കുന്ന എന്നെപ്പോലെയുള്ള അല്പജ്ഞന്മാർ സംശയക്ലേശാദികളെ അനുഭവിക്കുന്നു. ദുഃഖം ഉണ്ടെന്നുള്ള വിചാരം നിമിത്തം ലോകത്തെ ഉപേക്ഷിക്കണമെന്ന് അല്പജ്ഞന്മാർ വിചാരിക്കുന്നു. അതുകൊണ്ട് ലോകസുഖം അവർക്കില്ല. ആത്മാനന്ദാനുഭവം സിദ്ധിച്ചിട്ടില്ലാത്തതുകൊണ്ട് പ്രപഞ്ചത്തെ ഉപേക്ഷിക്കാൻ അവർക്ക് ശക്തിയില്ല. നാനാവിധ സംശയങ്ങളും ക്ലേശങ്ങളും നിമിത്തം ദുഃഖിച്ച് ജീവിതത്തെ കഴിക്കുന്നവരാണവർ. പരമമൂഢനോ ആ വക വിചാരം ഒന്നുമില്ലാത്തതിനാൽ ക്ലേശമില്ല. ഭ്രമം നശിച്ചുവെങ്കിലും ഇപ്പോൾ ബാധിതാനുവൃത്തിയായിട്ട് ഞാനിരിക്കുന്നു. ആ ബാധിതാനുവൃത്തിയും ഗുരുവായ അങ്ങയുടെ കടാക്ഷത്താൽ നിവർത്തിക്കുമെന്ന് ബോധിപ്പിച്ചുകൊണ്ട് വിതുരർ തനിക്ക് സിദ്ധിച്ച സംതൃപ്തിയെ സൂചിപ്പിക്കുന്നു. ആത്മാവല്ലാതെയുള്ള ദേഹാദികളോട് ആത്മാവിന് സംബന്ധമുണ്ടെന്ന് തോന്നിയിരുന്നുവെങ്കിലും ദേഹേന്ദ്രിയാദികൾക്ക് പാരമാർത്ഥിക സത്തയില്ലെന്നുള്ള ഉപദേശത്തെ ബലമായി വിശ്വസിച്ചതുകൊണ്ട് ജനനമരണ ദുഃഖാദി സംബന്ധം ജീവാത്മാവിന് ഇല്ലെന്ന് നിശ്ചയിച്ചു. യഥാർത്ഥത്തിൽ സംബന്ധമില്ലാത്തതായ ദേഹേന്ദ്രിയാദികളെ അനുവർത്തിക്കുന്നവനെന്ന രീതിയിൽ ഇപ്പോൾ ഞാനിരിക്കുന്നു. അങ്ങയുടെ പാദകമലത്തെ ഇനിയും സേവിച്ചുകൊണ്ട് ആ പ്രതീതിയെയും ഞാൻ തള്ളിക്കളഞ്ഞുകൊള്ളാം. ഗുരു നൽകുന്ന ഉപദേശങ്ങളിൽ ദൃഢവിശ്വാസത്തോടുകൂടെ ഇരുന്ന് മനനനിധിധ്യാസനാദികളെ നിരന്തരം അഭ്യസിക്കുന്നതുകൊണ്ട് ആത്മാവിന് ദേഹസംബന്ധമുള്ളതുപോലെ തോന്നിയിരുന്നതായ പ്രതീതിയും ഇല്ലാതെയാകുമ്പോൾ ജീവൻ മുക്തനായി. അതുവരെ ഗുരുവാസന വേണമെന്ന് സാരം. യഥാർത്ഥത്തിൽ ദേഹേന്ദ്രിയാദികളോട് സംബന്ധമില്ലെന്നുറച്ചുവെങ്കിലും അവയോട് സംബന്ധമുള്ള വിധത്തിൽ വ്യാപരിക്കും. എന്നാൽ സുഖദുഃഖാദികൾ നിമിത്തം വ്യാമോഹം ബാധിക്കുകയുമില്ല. ഈ രീതിയിലുള്ള ജീവിതമാണ് ജീവമുക്തന്മാർ നയിക്കാറുള്ളത്. ഗുരുകൃപയാൽ ഈ നിലയിൽ ഞാൻ ക്രമത്തിലെത്തും എന്നതാണ് വിതുരർ പറഞ്ഞതിൻ്റെ സാരം. ഗുരുഭൂതന്മാരായ നിങ്ങളെ സേവിക്കുന്നതുകൊണ്ട് ദോഷങ്ങളെ നിശ്ശേഷം നശിപ്പിക്കുന്ന കൂടസ്ഥ ബ്രഹ്മമായ ഭഗവാന്റെ പാദങ്ങളിൽ പരമപ്രേമം നിർവിഘ്നമുണ്ടാകും. താപത്രയങ്ങളെയും തീരെ നശിപ്പിച്ച് പരമാനന്ദത്തെ നിരന്തരം നൽകുവാനുള്ള സാമർഥ്യം പരമപ്രേമലക്ഷണയായ ആ ഭക്തിക്കുള്ളതുകൊണ്ട് ശോകാദിബാധകൾ നിശ്ശേഷം നീങ്ങി ആനന്ദാനുഭവത്തിൽ മുങ്ങിക്കിടക്കുന്ന ജീവൻ മുക്ത നില സിദ്ധിക്കും. വൈകുണ്ഠമൂർത്തിയായ ഭഗവാനെ പ്രാപിക്കാനുള്ള വഴികളെ ഉപദേശിക്കുന്ന ആചാര്യന്മാരായ അങ്ങയെപ്പോലുള്ള മഹാന്മാരുടെ സേവ അല്പമായ തപസ്സു ചെയ്തവർക്ക് സിദ്ധിപ്പാൻ പ്രയാസമാണ് എന്ന സംഗതി എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ സന്നിധിയിൽ ഇരിപ്പാനിടവന്നാൽ അവിദ്യയെ നശിപ്പിച്ച് ഭക്തന്മാർക്ക് സ്വരൂപാനന്ദത്തെ നൽകുന്ന ദേവദേവനായ ശ്രീഹരിയെക്കുറിച്ച് അവർ ചെയ്യുന്ന കീർത്തനാദികൾ എപ്പോഴും കേൾക്കുന്നതുകൊണ്ടുതന്നെ ഭഗവത് ഭക്തി ഉണ്ടാകും. അതുകൊണ്ട് സംസാരക്ലേശം നശിക്കുകയും ആനന്ദം പ്രാപിക്കുകയും ചെയ്യും. ഇത് മഹത്തായ തപസ്സിൻ്റെ ബലമായതുകൊണ്ടാണ്. അല്പമായ തപസ്സു ചെയ്തവർക്ക് സജ്ജന സംസർഗം സിദ്ധിക്കുവാൻ പ്രയാസമാണ്. സർവത്ര വ്യാപിച്ചിരിക്കുന്ന പരിപൂർണ സ്വരൂപനായ ഭഗവാൻ ഇന്ദ്രിയാദി വികാരങ്ങളോടുകൂടിയ മഹതാദി തത്വങ്ങളെ ക്രമപ്രകാരം ആദ്യം സൃഷ്ടിച്ചു. ആ തത്വങ്ങളുടെ സമ്മേളനത്തിൽ നിന്ന് വിരാട്ടിനെ ഉത്ഭവിപ്പിച്ചു. പിന്നെ ഭഗവാൻ അതിൽ അനുപ്രവേശിച്ചു. ആ വിരാട്ടിൽ അനുപ്രവേശം ചെയ്ത ആ സ്വരൂപത്തെ 1000 കാലുകളും തുടകളും കൈകളും മുഖങ്ങളുമുള്ള ആദ്യാവതാരമാണെന്ന് ശ്രുതികൾ പറയുന്നു. ആ വിരാട് പുരുഷനിൽ ചരാചരങ്ങളടങ്ങിയ ഈ 14 ലോകങ്ങളും ഒന്നോടൊന്നു തൊടാതെ സുഖമായി വസിക്കുന്നുവെന്നും ശ്രുതി ബോധിപ്പിക്കുന്നു. സമഷ്ടി ലോകമാണ് വിരാട് പുരുഷൻ്റെ ശരീരം. യാതൊരു വിരാട് പുരുഷനിൽ 10 വിധമായ പ്രാണാദി വായുവികാരങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങൾ 5ഉം കർമ്മേന്ദ്രിയങ്ങൾ 5ഉം ഇങ്ങനെ 10 ഇന്ദ്രിയങ്ങളും ശബ്ദാദികളായ 10 വിഷയങ്ങളും അടങ്ങിയ ത്രിഗുണാത്മകമായ സകലവും വസിക്കുന്നു. ബ്രാഹ്മണാദി വർണ്ണങ്ങളും അവനിൽ നിന്നു തന്നെയാണുണ്ടായത് എന്നരുളി ചെയ്തുവല്ലോ. ആ വിരാട് പുരുഷൻ്റെ വിഭൂതികളെ ഞങ്ങളോട് വിസ്തരിച്ചരുളി ചെയ്യണം. മഹതാദി തത്വങ്ങളുടെ ഉൽപ്പത്തി, അതുകളുടെ സമ്മേളനം, അതിൽ നിന്ന് വിരാട്ടിൻ്റെ ഉത്ഭവം, അതിൽ ഭഗവാന്റെ അനുപ്രവേശം, അപ്പോഴുണ്ടാകുന്ന മഹാപുരുഷനാകുന്ന വിരാട് സ്വരൂപഭൂതനായ ഭഗവാൻ
ആദ്യമായ അവതാരം എന്ന സംഗതിയടങ്ങിയ ലീലയ്ക്ക് സർഗം എന്നു പേർ. ഇതിനപ്പുറമുള്ള ബ്രഹ്മാദിദേവന്മാരുടെ ഉൽപ്പത്തിയടങ്ങിയ ലീലയ്ക്ക് വിസർഗം എന്നു പേർ. വിസർഗ ശബ്ദത്താൽ പറയപ്പെടുന്ന ഭഗവത് ലീലയെ വിസ്തരിച്ചരുളി ചെയ്യണം. ഈശ്വരൻ്റെ യാതൊരു വിഭൂതികളിൽ പുത്രന്മാർ, പുത്രന്മാരുടെ പുത്രന്മാർ, അവരുടെ പുത്രന്മാർ, വംശത്തിൽ ജനിച്ചവർ ഈ വിധം നാനാവിധങ്ങളായ ആകൃതിഭേദങ്ങളോടുകൂടി പ്രജകളുണ്ടായി. അവരാൽ ലോകം പൂർണ്ണമായി. മരീചി മുതലായ പ്രജാപതികളുടെയും പ്രജാപതിയായ ആ ബ്രഹ്മദേവൻ ഏതേതു പ്രജാപതികളെ നിശ്ചയിച്ചു. അവർ ചെയ്തതായ 9 വിധങ്ങളായ പ്രാകൃത സർഗങ്ങളെയും അവയുടെ ഭേദങ്ങളായ അനുസർഗങ്ങളെയും സ്വായംഭുവൻ മുതലായ മനുക്കളെയും അതാതു മന്വന്തരകാലങ്ങളെ പാലിക്കുവാനുള്ള രാജാക്കന്മാരെയും വിസ്തരിച്ചരുളി ചെയ്യണം. ഹേ മിത്രാദേവിയുടെ പുത്രനായുള്ളവനെ, ഇവരുടെ വംശങ്ങളെയും വംശത്തിൽ ജനിച്ചവരുടെ ചരിതങ്ങളെയും ഭൂമിയുടെ ഉപരിഭാഗത്തും കീഴ്ഭാഗത്തും കിടക്കുന്ന ലോകങ്ങളെയും അവയുടെ സ്ഥിതിഭേദം, വലിപ്പം, ഭൂലോക വിസ്താരം എന്നിവയെയും വർണ്ണിച്ചാലും ആകാശത്തിൽ സഞ്ചരിക്കുന്ന ജീവികൾ, മാനുഷന്മാർ, ദേവന്മാർ, ഇഴജാതികൾ, പക്ഷിജാതികൾ, ഗർഭത്തിൽ നിന്നും വിയർപ്പിൽ നിന്നും മുട്ടകളിൽ നിന്നും ഭൂമി പിളർന്നും ജനിക്കുന്നവയുടെ സൃഷ്ടി വിഭാഗത്തെയും ഗുണാവതാരങ്ങളെ കൊണ്ട് ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ സർവാർത്ഥ സാധകമായിരിക്കുന്ന മഹാപരാക്രമത്തെയും ഞങ്ങളോട് വിസ്തരിച്ചരുളി ചെയ്യണം. വർണ്ണങ്ങൾ, ആശ്രമങ്ങൾ ഇവയുടെ വിഭാഗം, ഓരോ വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും ഇരിക്കുന്നവരുടെ സമ്പ്രദായ ഭേദങ്ങൾ, ശീലങ്ങൾ, ആചാരങ്ങൾ എന്നിവ, ഋഷികളുടെ ജനനം, വ്യാപാരം എന്നിവ, വേദത്തിൻ്റെ വിഭാഗം, യാഗങ്ങളെ നടത്തേണ്ടും കർമ്മങ്ങൾ, യോഗമാർഗങ്ങൾ, ബലകാംക്ഷ കൂടാതെ നടത്തുന്ന കർമ്മങ്ങളുടെ സ്വഭാവം, സാംഖ്യയോഗ സമ്പ്രദായം, ഭഗവത് ഭക്തി സ്വരൂപം, നിരീശ്വര മതം നിമിത്തം രാജ്യത്തിനുണ്ടാകുന്ന ദോഷം, ചണ്ടാളാദി ജാതികൾ എങ്ങനെയുണ്ടായി, അവർ ഏതു വർണ്ണത്തിൽ ഉൾപ്പെടും എന്നിവ, ഗുണങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ജീവികൾക്ക് സിദ്ധിക്കുന്ന സ്വർഗ നരകാദി ലോകപ്രാപ്തികൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ ഒന്നിനൊന്ന് വിരോധം കൂടാതെ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ, കൃഷ്യാദി വ്യാപാരങ്ങളെ കൊണ്ട് നടത്തേണ്ടും മര്യാദകൾ, കുറ്റക്കാരെ ശിക്ഷിക്കുവാനും മറ്റുമുള്ള നിയമങ്ങൾ, ശ്രാദ്ധകർമ്മം, അര്യമാദി പിതൃദേവന്മാരുടെ ഉദ്ഭവം, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, താരങ്ങൾ എന്നിവ നിമിത്തമുണ്ടാകുന്ന കാലവിഭവങ്ങളുടെ സ്വഭാവം, ദാനക്രമം, തപസ്സിൻ്റെ സമ്പ്രദായം, യാഗാദി കർമ്മങ്ങളുടെയും വാപി കൂപാദികളെ നിർമ്മിക്കുന്നതിൻ്റെയും ബലം, സ്വദേശം വിട്ടു സഞ്ചരിക്കുന്നവൻ്റെ ആചാരക്രമം, ആപത്തിൽ പുരുഷൻ ആചരിക്കേണ്ടും കർമ്മം, ധർമ്മത്തിൻ്റെ ബലസ്വരൂപനായ ശ്രീഹരി ഏതുവിധമായാൽ പ്രസാദിക്കും, ആരുടെ നേരെ പ്രസാദിക്കും എന്നീ സംഗതികളെ ഹേ ഭഗവൻ ഞങ്ങളോട് അരുളി ചെയ്യണം. അല്ലയോ ബ്രാഹ്മണോത്തമ, എല്ലാം അറിയുന്ന അങ്ങയോട് ബഹുവാക്കുകൊണ്ട് ബലമൊന്നുമില്ല. അനുസരിച്ചു നടക്കുന്ന ശിഷ്യന്മാരിലും പുത്രന്മാരിലും വാത്സല്യമുള്ളവരായ ഗുരുക്കളും പിതാക്കന്മാരും അവരുടെ അറിവില്ലായ്മയെ തീർത്തു നന്മ വരുത്തുവാൻ ആവശ്യമായ സംഗതികളെ അവർ ചോദിച്ചില്ലെങ്കിൽ കൂടെ അവർക്ക് ഉപദേശിക്കുന്നത് സാധാരണമാണല്ലോ. അതുകൊണ്ട് ഞാൻ അറിഞ്ഞിരിക്കേണ്ടതായ സംഗതികൾ എൻ്റെ ചോദ്യത്തിൽ അടങ്ങിയിട്ടില്ലെങ്കിൽ കൂടി അവയെയും എനിക്ക് ഉപദേശിക്കണം. എല്ലാം അറിഞ്ഞിരിക്കുന്ന ഹേ ഭഗവൻ, പൃഥ്വി മുതലായ തത്വങ്ങളുടെ ലയസമ്പ്രദായം എങ്ങനെയെല്ലാമാണ്? പ്രളയത്തിൽ ഭഗവാനോടുകൂടെ ഏതേതു തത്വങ്ങൾ ലയിക്കും? ഏതേതു തത്വങ്ങൾ യോഗനിദ്ര ചെയ്യുന്ന ഭഗവാനെ സേവിച്ചുകൊണ്ട് നിൽക്കും? ജീവൻ്റെ തത്വം, ഈശ്വരൻ്റെ സ്വരൂപം, ഗുരുശിഷ്യ സമ്പ്രദായത്തെ നിലനിർത്തി അവർക്ക് അന്യോന്യം മഹിമയെ വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്ന വേദോക്തമായ ജ്ഞാനം ഇവയെയും അങ്ങ് ഉപദേശിക്കണം. ജനങ്ങൾക്ക് പരമാത്മാവിനെക്കുറിച്ചുള്ള അറിവും ഈശ്വരനിൽ ഭക്തിയും വിഷയങ്ങളിൽ വൈരാഗ്യവും ഏതുവിധം ഉണ്ടാകും? വേദത്തിൽ നിന്ന് സിദ്ധിക്കേണ്ടതായ അറിവിനെ വിദ്വാൻമാർ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ എന്തെല്ലാം? ശ്രീ മഹാവിഷ്ണുവിൻ്റെ സൃഷ്ട്യാദി കർമ്മങ്ങളുടെ സ്വരൂപത്തെ അറിയുവാൻ ആഗ്രഹം നിമിത്തമാണ് ഞാൻ ഈ ചോദ്യങ്ങളെ അങ്ങയോട് ചോദിക്കുന്നത്. മായയുടെ ശക്തി നിമിത്തം എൻ്റെ അറിവ് നശിച്ചിരിക്കുന്നു. അങ്ങ് എന്നെ അനുഗ്രഹിക്കുന്ന ബന്ധുവുമായിട്ട് ഇരിക്കുന്നു. യാതൊരു ദോഷവുമില്ലാതെ പരിശുദ്ധനായിരിക്കുന്ന അവിടുന്ന് എന്നോട് ഈ സംഗതികളുടെ പരമാർത്ഥത്തെക്കുറിച്ച് ഉപദേശിക്കണം. യാതൊരു ദോഷവുമില്ലാതിരിക്കുന്ന ഹേ ഭഗവൻ, സകല വേദങ്ങളെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താലും, സർവ്വയാഗങ്ങളെ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്താലും, സകലവിധങ്ങളായ തപസ്, ദാനം എന്നിവയെ ചെയ്താലും ഉണ്ടാകുന്ന ബലം,
തത്വോപദേശത്താൽ ജീവികളുടെ സംസാരഭയത്തെ തീർക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ബലത്തിൻ്റെ 16-ലൊരംശം പോലും സാരമായിട്ടുള്ളതല്ലെന്നാണല്ലോ സജ്ജനമതം. അതുകൊണ്ട് ഞാൻ അറിവാൻ ആഗ്രഹിച്ച തത്വങ്ങളെ ഉപദേശിച്ച് എൻ്റെ സംസാരഭീതിയെ നശിപ്പിച്ച് എനിക്ക് അഭയം നൽകണമേ. ശ്രീ ശുക ഉവാച. സ ഇത്തമാകൃഷ്ടപുരാണകൽപഃ കുരുപ്രധാനേന മുനിപ്രധാനഃ പ്രവൃദ്ധഹർഷോ ഭഗവത് കഥായാം സംചോദിതാസ്തം പ്രഹസന്നിവാഹ. ശ്രീ ശുകമുനി അരുളി ചെയ്തു. കുരുക്കളിൽ പ്രധാനിയായ വിതുരർ പുരാണത്തിൽ നിന്ന് അറിയേണ്ടതായ സകലവും വേണ്ടതുപോലെ അറിഞ്ഞിരിക്കുന്ന മുനിശ്രേഷ്ഠനായ മൈത്രേയരോട് ചോദിച്ചതായ സകല ചോദ്യവും ശ്രീഹരിചരിതത്തെ സംബന്ധിച്ചിരിക്കുന്നതുകൊണ്ട് ഭഗവത് കഥ പറവാനുള്ള അവസരം സിദ്ധിച്ചതാലോചിച്ച് വളരെ സന്തോഷിച്ച മുനിശ്രേഷ്ഠൻ മന്ദഹാസത്താൽ സ്വസന്തോഷത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് വിതുരരോട് മറുപടി പറഞ്ഞു. 7-ാമത്തെ അധ്യായം സമാപിച്ചു. 8-ാമത്തെ അധ്യായം അടുത്ത ദിവസം. വിതുര മൈത്രേയ സംവാദം തുടരും. ഹരി ഓം.